ഗായ്സ് ഇതാണ് റിയാൻ ഉമ്മറിന്റെ പെരുന്നാക്കത്തെ കോസ്റ്റ്യൂമാണ് ഇത് അല്ലേ? പെരുന്നാക്കത്തല്ലേ? ധാരാ മേടിച്ചെന്നും കൂടി പറ. ഓ പിന്നെ എന്റെ ഷൂ ഉണ്ട്, എനിക്കൊരു പേജിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്ന ഷൂ ആണ്, അതും ഇവന്റെ അടുത്തുള്ളത്. ഇത് ഫാത്തിമ. പിന്നെ എന്റെ ലൈറ്റ് ഉണ്ട്, ഇത് വെച്ചിട്ടാണ് ഞാൻ വ്ളോഗൊക്കെ എടുക്കല്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇതെടുത്തിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഇത് ആമിന റസ്ലി. ആമിന എന്താ പറയാല്ലേ? ഒന്നും പറയാനില്ല. നമ്മളെവിടെ പോകുന്നത് അറിയില്ലേ? നമ്മള് അജുക്കാക്കന്റെ വീടിൽ ചായ കുടിക്കാൻ. എടി പോന്ന് ചായ കുടിക്കാൻ. റിയാൻ എന്താ പറയാ? റിയാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 9. നിങ്ങളെ പരിചയപ്പെടുത്ത്. എത്രയല്ല പഠിക്കുന്നേ? 9. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഏതാ? കുറച്ച് ഒച്ചത്ത് പേര് എനിക്കെന്നാ നാണോ? സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്ത് എനിക്കെന്താ പറയാനല്ലേ? ഒന്നുമില്ല. അപ്പൊ ഗായ്സ് ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നേരെ ആറളത്തേക്കാണ് പോകുന്നത്. അമ്മാച്ചും കൂടി വരാണ്ട്. അമ്മാച്ചു വരുമ്പോ നീ ബാക്കിൽ ഇരിക്കണേ. ഓക്കെ? അമ്മാച്ചു നിനക്കറിയോ? ഏതാ? ഗായ്സ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇത് ആരാന്നുള്ളത്. ആരാ? നിങ്ങളെല്ലാം ആരാ? ഗായ്സ് എന്റെ കാർണോറ മക്കളാണിത്. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത് ആമിന റസ്ലി, മൂന്നാമത് ഫാത്തിമ മിസ്രിയ. അല്ലേ? അല്ലെ എന്റെ പേരെന്തേനു? സാറ ഫാത്തിമ എന്നാ? ഫാത്തിമ കേസിന്നാ? എന്റെ ഫുൾ നെയിം എന്നാ? അതെന്നാ എന്റെ ഫുൾ നെയിം പറയാത്തെ? ഗായ്സ് ഇത് വീട്ടിലൊരു വണ്ടിയാണ് ഗായ്സ്. എനിക്ക് വണ്ടിയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളുള്ള വണ്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഏത് മൂഡ്? ആ മൂഡാണ് ഗായ്സ്. അപ്പൊ നേരെ നമുക്കിനി ആറളത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ അമ്മാച്ചുവിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. അമ്മാച്ചുവിന്റെ പുറക്കേക്ക് അമ്മാച്ചുവിനെയും കൂട്ടിയിട്ട് വേണം പോവാൻ. ഇപ്പൊ സമയം കറക്റ്റ് 5 മണി ആയിട്ടുണ്ട്. 5 മണിയല്ല, 4:45 5 മണി 5:30 ആകുമ്പോഴേക്ക് ചായ സ്പോട്ടിലേക്ക് എത്തണം ഗൈസ്. അറിയാനാ ഇനി ബാക്ക് പോയിരുന്നു. ഇപ്പൊ അമ്മാച്ചു വരും. അമ്മാച്ചിനെ കാത്തു നിൽക്കാണ് ഗൈസ്. അമ്മാച്ചു വന്നു കഴിഞ്ഞാൽ അറിയാൻ ബാക്കിലേക്ക് പോകും. വേറെന്നാ? അമ്മാച്ചു കൊടുത്ത് വരുന്നുണ്ടോ? കൊടുത്തു. വരുന്നേ ഗൈസ്. അമ്മാച്ചു വന്നോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എന്താ പറയാനുള്ള ഫാത്തിമ? ഗൈസ് അമ്മാച്ചു ഓടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ബിസ്ക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അമ്മാച്ചു പോവാ, ചായ കുടിക്കാൻ പോവാ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അങ്ങോട്ട് പോയാൽ പെരുമുന്ന, ഇങ്ങോട്ട് പോയാൽ ആറളം ഗൈസ്. ഗൈസ് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാണ്ട് ഞാൻ അമ്മാച്ചുവിനെ ലൈറ്റ് മാനെല്ലാം ആക്കിയിട്ടുണ്ട് ഗൈസ്. ഫാത്തിമ ഉണ്ട്, അവിടെ ഉണ്ട്. വീഡിയോ എടുക്കാനുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഷെമലി, ഇത് നാഫി. നിങ്ങൾക്ക് എന്താ പറയാനുള്ള എന്റെ യൂട്യൂബ് ചാനലില്? അങ്ങനെയല്ല, എന്തെങ്കിലും പറ. നിങ്ങളെന്താ ഇപ്പൊ രണ്ടാളും ചെയ്യുന്നേ? ഗൈസ് ഇവരാണ് എന്റെ ഫോളോവേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇവരെ ചായ കുടിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഗൈസ്. നിങ്ങൾ ഹാപ്പി അല്ലേ? നിങ്ങൾ എന്റെ ഫോളോവേഴ്സ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ അൺഎക്സ്പെക്ടഡ് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ഓക്കെ അല്ലേ? ചായ സ്പോട്ട് ഉണ്ട് ഗൈസ്. ചായ സ്പോട്ടിന്റെ എല്ലാം മെയിൻ ഹൈലൈറ്റ് നമ്മുടെ നാട്ടിൽ ചൂട് പഴംപൊരിയും ചൂട് ബീഫും കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അത് എവിടെയാണെന്നറിയാം നിങ്ങൾക്ക്? ഇല്ലല്ലോ. എന്നാൽ ആ ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഗൈസ്. നിങ്ങൾ കറക്റ്റ് ഇപ്പൊ സ്പോട്ട് ഗസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 5000 റുപ്പീസ് ഇപ്പൊ ഫ്രീ ആയിട്ട് തരും. എവിടെയും അറിയാം? നമ്മൾ ഇരിട്ടി സർക്കിൾ എവിടെയാ ചൂട് പഴംപൊരിയും ബീഫും കിട്ടുന്ന സ്പോട്ട്? അറിയില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? വാ ഗൈസ്. പുതിയൊരു ലൈറ്റിന്റെ പവർ എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ഇത്താത്ത എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനം ഇത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവരെല്ലാം ഇവിടെ പോസ്റ്റായി. പോസ്റ്റായ പാത്തു ഗൈസ്. റോഡെല്ലാം ഇങ്ങനെ ടാർ ചെയ്തുകൊണ്ടിരിക്കലാണ് ഗൈസ്. ഇവിടെ റോഡ് പണി പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഗൈസ്, ഇന്നത്തെ വീഡിയോ എടുക്കൽ നടക്കുമെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. നല്ല മഴ കാണുന്നുണ്ട് അല്ലേ മാച്ചു? നല്ല മഴയില്ലേ ഗൈസ്? ക്ലൈമറ്റ് ഒക്കെ നോക്കിയേ, നല്ല മഴയുണ്ട്. അതിൻ്റെ കൂടെ കട്ടറുണ്ട് ഗൈസ്. അതിൻ്റെ കൂടെ ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നത് ഗൈസ്. വെതറൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് നോക്കിയാ. ഡ്രൈവേഴ്സ് പൾപ്പർ ഗായ്സ്. ഈ റോഡ് വരുന്നത് നമ്മളെ പാലപ്പുഴയിൽ നിന്ന് ആറളത്തേക്കുള്ള റോഡാണ് ഗായ്സ്. നല്ല മഴക്കോളുണ്ട്, അതാണ് മെയിൻ ഹൈലൈറ്റ്. മഴ പെയ്താൽ പൊളിക്കും. മഴയും ചൂട് ചായയും ബീഫും. ബീഫ് വിത്ത് പഴംപൊരി ഗായ്സ്. വേറെ തന്നെ ഒരു ഒതന്റിക് ഡിഷ് ആയിരിക്കും. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. വേറെ മൂടല്ലേ ഗൈസ്? ക്ലൈമറ്റ് നോക്ക് ഗൈസ്. ഇതേപോലത്തെ ക്ലൈമറ്റ് നമ്മളെ കണ്ണൂർ ഈ മലയോര മേഖലയിൽ ഉണ്ടാവും ഞാൻ പറയും ഗൈസ്. ചായ കുടിക്കാനുള്ള സ്പോട്ടിലെത്തി ഗൈസ്. ഇവിടുത്തെ ആംബിയൻസ് നോക്കി, ചെറുതായിട്ട് ലൈറ്റായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ചായ ഷോപ്പ് വരുന്നത്. മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ അപ്പുറം. പിന്നെ ആ വീഡിയോ കണ്ടിട്ട് ഇവർക്കൊക്കെ നല്ല മൂച്ചായിട്ട് ഇവരും വരണം എന്ന് പറഞ്ഞു. എല്ലാം അറിയാനേ. ഫൈനലി നമ്മൾ ചായ കുടിക്കാൻ എത്തി ഗൈസ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലപ്പുഴ ജംഗ്ഷൻ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറളം ടൗൺ ഗൈസ്. ഇതാണ് നമ്മുടെ മലയോര ഹൈവേ. ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് കാപ്പും കടവ് എന്നാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇത് ഫാത്തിമ ചായ കിട്ടിയെങ്കിൽ കിട്ടിയില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ സ്ഥലം വരുന്നത്. ഫുഡ് ട്രക്ക് കഫേ എന്നാണ്.
കാപ്പും കടവ് ഗൈസ്. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ് ആണ് ഗൈസ്. തൊട്ടടുത്ത് പുഴ, അതേപോലെ അവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്, അതേപോലെ നല്ലൊരു സർവീസ് ഗൈസ്. പിന്നെ ഇത് മെയിൻ റോഡാണ്. ഇരിട്ടിയിൽ നിന്ന് വരുന്നവർക്കും ആണെങ്കിലും വയനാട്ടിൽ നിന്ന് വരുന്നവർക്കും ഈ ഒരു ഷോപ്പിൽ കയറാവുന്നതാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഈ മഴക്കാലത്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ ചൂട് പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യണം അല്ലേ ഫാത്തിമ? ഗൈസ് ഞാൻ വീട്ടിലുള്ളവരും എൻ്റെ വീട്ടിലുള്ള ചെറിയ ചെറിയ മക്കളെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇതേപോലെ വൈകുന്നേരം ചായ കുടിക്കാനെല്ലാം പോക്കുണ്ട് ഗൈസ്. അല്ലേ ഫാത്തിമ? എന്നെ പറ്റി 2 വാക്ക് പറഞ്ഞേ. എങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡാണെന്നാ ഗൈസ്? ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മിനിമം ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാറുണ്ട്. അതിൽ കൂടുതലൊന്നും പോകാറില്ല ഗൈസ്. എൻ്റെ ഫോളോവർ ഉണ്ട്, അവിടെ തന്നെ കൈ കൊണ്ട് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും ഹാപ്പി അല്ലേ ഗൈസ്? ഇവിടുത്തെ മെയിൻ ആംബിയൻസ് ആണ് ഗൈസ് ഈ പറയേണ്ടത്. ഇവിടുന്ന് ചായ കുടിക്കാം, അവിടെ ഏത് ആംബിയൻസ് നോക്കിയാൽ ഗൈസ് അതിനനുസരിച്ചിട്ട് ഇവർ സെറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നല്ല മഴയത്ത് നല്ല ചൂട് പഴംപൊരിയും ബീഫും എങ്ങനെയുണ്ടാവും? പൊളിക്കില്ല. നിങ്ങൾക്കെല്ലാം എന്താ പറയാനുള്ള എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലിൽ? ദില്ലു, എന്നെ ശരിക്കും പേരുന്നോ? കുറച്ച് ഒച്ചത്ത് പറ. സിൽ മുഹമ്മദ്. ഓ എടാ ഇന്റെ പേരുന്നു ശരിക്കും? മുഹമ്മദ് നാഫിയ. ഇന്റെ പേരോ? ബ്രോ അംചു. ഐ എം ഫ്രം മനോജ് റോഡ്. ഇതാരാ പറയൂ ബ്രോ? മുഹമ്മദ് ഇർഫാൻ. എൻ്റെ പേര് റിഫാൻ എന്നാട്ടോ. ചെറിയൊരു സ്പെല്ലിങ്ങിന് വ്യത്യാസമല്ലോ. ഇത്ര 3 ആൾ ഞാൻ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ടുള്ളത് ഗൈസ്. ചായ കുടിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എല്ലാം ഒന്നിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ഇവിടെ പോസ്റ്റ് ആക്കിയിട്ടുള്ളത്. അമ്മാച്ചുണ്ട് ഇവിടെ ലൈറ്റ് എല്ലാം പിടിച്ചിട്ട് ആരെയോ കൊല്ലാൻ പോകുന്ന പോലെ പോകുന്നത് ഗൈസ്. ഇവിടെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് ഗൈസ്. ഈവനിങ് ഒക്കെ അല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഈവനിങ് ഇല്ലേ ചായയും കുറച്ച് പൈസയൊക്കെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അമ്മാച്ചിനെ പോലെ റെഡ് ലൈറ്റ് എല്ലാം ഇട്ട് കളിക്കാം. എടാ കളയല്ലേ. പിന്നെന്താ പറയാ, ഇവിടെ ഞാൻ ഒരു വട്ടം കൂടി വന്നിട്ടുണ്ട്. ഇത് 2ാമത്തെ വരുത്താണ്. അത് ഇവർക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നതാ അല്ലേ? അതെ. പഴംപൊരിയും ബീഫിൻ്റെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മാച്ചും കൂടി പുഴ സൈഡിലേക്ക് പോവാണ്. മിക്കവാറും ഇത് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തന്നെ കഴിക്കലാണ് ഉണ്ടാവും തോന്നുന്നു ഗൈസ്. ഗൈസ് നിങ്ങൾ ശരിക്കും ഈ കാണുന്നതാണ് കട വരുന്നത്. ബീഫും പഴംപൊരിയും ഈ ആംബിയൻസും ഏത് മൂഡ് അമ്മാച്ചു? സീനറി അല്ലേ ഗൈസ്? ഇത് നമ്മളിപ്പോൾ 2ാമത്തെ വട്ടം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വൈബ് ഇഷ്ടപ്പെട്ടിട്ട് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2ാമത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തന്നെ വന്നതാണ് ഗൈസ്. എന്താ പറയുക, എനിക്ക് റിയലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ശരിക്കും നോക്കിയ ഗൈസ്, ഈ ഒരു മൂഡിൽ പഴംപൊരിയും ബീഫും ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ആംബിയൻസും പിന്നെ ഇത് ഇവനെ പോലത്തെ ഒരുത്തനും ഏത് ആ കാണുന്ന കേട്ടോ നമ്മുടെ ചായപ്പൊടി. എടാ ഗൈസ് ഞാൻ അറിയാണ്ട് ചാണം ചോട്ടി ആ ഷൂ ഫക്കായി ഗൈസ്. ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവട്ടെ ഗൈസ്. ബ്രോ ഫുള്ള് ഫക്കായി. വൈറ്റ് ഷൂ, ചാണോ കളറ്, മൂഡാവും ഗൈസ്. ആംസ്കില്ലറാണ്. നിങ്ങളെന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റയിലാണോ അത് യൂട്യൂബിലോ? ഗൈസ് ഇവിടെ വന്നേരം എൻ്റെ 2 ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഫോളോവേഴ്സിനെ കണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ള എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. പറയടാ നിങ്ങളെ പേര്. എൻ്റെ പേരെന്നാ? സാലിഹ്. ഇതിൻ്റെ ഷാദിൽ. എന്ത് ചെയ്യുന്ന? പഠിക്കുന്ന? ഓ എത്രയല്ലേ പഠിക്കുന്നത്? 9th. ഏത് സ്കൂളിലാണ്? ആർലോ സ്കൂൾ. അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ വരും, നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഈ ചായക്കടയിൽ വന്നേരം മൊത്തം നമ്മളെ സബ്സ്ക്രൈബറാ. ബ്രോ നമ്മളെ സബ്സ്ക്രൈബർ അല്ലേ? ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ? 2ലും. ബ്രോന്റെ പേരെന്നാ? ഫവാദ്. എന്ത് ചെയ്യുന്നേ? വെറുതെ തന്നെ. ഇവിടുത്തെ അഭിപ്രായം ഒന്ന് പറയാം ബ്രോ. നല്ല അഭിപ്രായം, നല്ല കടി അല്ലേ? ഓക്കെ അല്ലേ? ഇവിടുത്തെ പഴംപൊരിയും ബീഫും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ നെക്സ്റ്റ് ടൈം എന്തായാലും അത് ട്രൈ ചെയ്യണം. ഓക്കെ എടാ നിങ്ങളെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിലോ യൂട്യൂബിലോ? ഓ നിന്റെ പേരെന്നോ? ഗൈസ് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് വന്നേരം ഇവൻ വന്ന് പരിചയപ്പെട്ടാണ് ഗൈസ്. ഫോളോവറാന്ന് പറഞ്ഞിട്ട്. നിന്റെ പേരെന്നോ? മുഹമ്മദ് സിനാസ്. ഇന്ത്യോ എന്തി? ആദി പി വി. നിങ്ങളെല്ലാം എവിടെയാ പഠിക്കുന്നേ? അയ്യപ്പങ്കാവ്. നീയോ? പെരുമുന്ന സ്കൂളിൽ. നീയോ? നെരുവമ്പൈ. ഓ നീയോ? അയ്യപ്പങ്കാവാ. ഓ ഓക്കെ. ഈ വീഡിയോ വരും, നിങ്ങളെല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക, ഫോളോ ചെയ്യാത്തവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ ആനെ സിമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓർഡറിൽ അങ്ങ് പറഞ്ഞാൽ മതി. മെയിൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് സ്പെഷ്യൽ മാംഗോ അവിൽ മിൽക്ക്, ബബിൾ മൊജിറ്റോ.
എന്നാടാ എനിക്കൊരു വട്ടം പറഞ്ഞാ പോരെ അമ്മോലെ ഒന്ന് പറയാൻ ഇത്ര ഡിമാൻഡ് കാണിക്കുന്നു. എന്റെ പഴയ മുതലാളി ഉണ്ട്, കൈവക്ക് ഇട്ടിട്ടുണ്ട്. എന്തിനാ കൊറേ സമയം നോക്കിട്ട് ചിരിക്കുന്നേ? അറിയാവോ ആരാ? എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേരോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ പേരോ അറിയാവോ? അതറിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരും. അറിയില്ല? നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിനാ? ഫോളോ ചെയ്തിനാ? പേരറിയില്ലല്ലേ? ഓ എന്നാൽ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ പേരെല്ലാം പറയണേ, ഒന്നും മറന്നു പോരാ. ഓക്കെ, ഇത്രയും സമയമായിട്ട് ഇവർക്ക് ചായ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ടാണല്ലോ. ഫാത്തിമാനെ നോക്കിയേ, കണ്ണല്ലിപ്പം. ഫാത്തിമ ഇപ്പം തരുതാ, നമ്മളെ ഫുഡ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തരാം കേട്ടോ. കേട്ടോ, എല്ലാം നമ്മളെ ഫുഡാവും. ഗൈസ് ഇവിടെ ഫുഡ് എല്ലാവരും വന്നിട്ട് ഇവിടെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഗൈസ്. ഇനിയും വരാനുണ്ട്. ബീഫും പഴംപൊരിയും ഉണ്ട്, അൽഫാം മന്തി ഉണ്ട്, പിന്നെ പുട്ട് മിക്സ്, പൊറോട്ട മിക്സ് ഉണ്ട്, ബബിൾ മോജിറ്റോ ഉണ്ട്, മാംഗോ മൽബ ഉണ്ട്. എല്ലാം ഫാത്തിമ കൊടുക്കും, പൈസ എല്ലാം ഫാത്തിമ കൊടുക്കും. ഇതാണ് ഗൈസ് നിയാല്. അതൊന്നും കുഴപ്പമില്ല. എല്ലാവരും ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനും ഫുഡ് അടിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല, വീഡിയോ എടുക്കൽ മാത്രമായി പോകും. ഗൈസ് എല്ലാവരും ചായ കുടിച്ചിട്ട് പോവാണ് ഗൈസ്. എല്ലാവരും ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഓരോ ആൾക്കാരോട് ചോദിക്കാൻ വയ്യ. എടാ ചായ കുടിച്ചിട്ട് ഹാപ്പി അല്ലേ? എടാ എൻ്റെ ബീഫും പഴംപൊരി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ സാധനം സെറ്റ് അല്ലേ? ഷെമ്മു 2 വാക്ക്, റിയാന 1 വാക്ക്, എന്നാ ഫാത്തിമ 1 വാക്ക്. എല്ലാവരും ചായ കുടിച്ച് പിരിയാണ് ഗൈസ്. നമ്മളെല്ലാവരും പോവാണ്. ഇനി വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ. അമ്മാച്ചു പോവാ ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് തിരിച്ചു പോവാണ്. സമയം ഇപ്പോൾ 6:46 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലൈമറ്റ് ഒക്കെ ഡൗൺ ആകുന്നതിനൊക്കെ മുമ്പ് നേരെ വീട്ടിലെത്തണം. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.